ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് കൈനമാറ്റിക് ആൻഡ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന പോർഷനായിരുന്നു. സോ അത് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിൻ്റെ അകത്തെ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടായിരിക്കും. സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വരുന്നത് മെട്രിക്സ് മെത്തേഡിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിലേക്കാണ് വരുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ നമ്മളതിനകത്ത് ഫോഴ്സ് മെത്തേഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലും ഇതുവരെയും സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ മെത്തേഡ്സുകൾ SA1 SA2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് പോർഷൻസാണ്. സോ എങ്ങനെയാണ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള പോർഷൻസാണ് വരുന്നത്. അപ്പം നമുക്കൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അതേപോലെ തന്നെ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രെയിമാണ് അല്ലെങ്കിൽ ബീമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ജോയിൻസിലും അതിനെ കണ്ടിന്യൂറ്റി ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻസ് കൊടുക്കുന്നുണ്ടോ. ഇപ്പം റൊട്ടേഷൻ ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിലും വെച്ചിട്ട് അതിനൊരു കണ്ടിന്യൂവേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ പോകുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസിനകത്ത് പറയുന്നത് പോലെ ഫോഴ്സ് ആണ് അൺനോൺ. ഇപ്പോൾ നമ്മളിവിടെ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ, അതായത് ഫോഴ്സ് മെത്തേഡിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീം ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഓരോ ജോയിൻറ്റിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നോക്കുന്നത്. അപ്പം അതാണ് പറയുന്നത് ഇക്വേഷൻ, കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും റൊട്ടേഷനുമാണ് ഈ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ എഴുതുന്നത്. അതായത് ഒരു ബീം ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും ഇപ്പം ഒരു ബീം വരച്ചു, അപ്പം ആ ബീമിൻ്റെ A പോയിൻ്റ് ഉണ്ട്, ദെൻ B പോയിൻ്റ് ഉണ്ട്, C പോയിൻ്റ് ഉണ്ട്. അപ്പോൾ B എന്ന് പറയുന്നത് ഒരു കോമൺ പോയിൻ്റ് ആണ് AC എന്ന് പറയുന്നതിൻ്റെത്. സോ അപ്പം B എന്ന് പറയുന്നിടത്ത് BA ആൻഡ് BCയിലേക്ക് പോകുമ്പോൾ, രണ്ട് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂവേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, രണ്ട് മെമ്പറിലെയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ഒരു കണ്ടിന്യൂവേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻസ് അതിന് വേണ്ടിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ എഴുതുന്നത് പോലും നമ്മുടെ റിഡൻഡൻറ്റ് ഫോഴ്സസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. റിഡൻഡൻറ്റ് ഫോഴ്സ് എന്താണെന്ന് അറിയാം, കാരണം നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന എക്സ്ട്രാ ഇക്വേഷൻ എത്ര വേണം, അതാണ് റിഡൻഡൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ആ റിഡൻഡൻറ്റ് ഫോഴ്സസിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതിനകത്ത് വരുന്ന റിയാക്ഷൻസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. സോ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു ഫോഴ്സ് മെത്തേഡിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എത്രമാത്രം റിഡൻഡൻറ്റ് ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിനുശേഷം നമ്മുടെ റിഡൻഡൻറ്റ് ഫോഴ്സസിനെ റിലീസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്ട്രക്ചറിനെ വരയ്ക്കണം. സോ ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്രൈമറി സ്ട്രക്ചർ അല്ലെങ്കിൽ റിലീസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനുശേഷം ഡീഫോർമേഷൻ കണ്ടുപിടിക്കണം. ഡീഫോർമേഷൻ കണ്ടുപിടിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഡീഫോർമേഷൻ കണ്ടുപിടിക്കണം. എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ റിഡൻഡൻറ്റ് ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഫോഴ്സസിനും എന്ത് കണ്ടുപിടിക്കണം, ഡീഫോർമേഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട്, അത് പഠിച്ചിട്ടുള്ളതാണ്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾജിബ്രിക് സിസ്റ്റം ഇക്വേഷൻസ് ഫോം ചെയ്യണം. ലീനിയർ ഓൾജിബ്രിക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഫോം ചെയ്യണം. ആ ഇക്വേഷൻസ് വഴിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള റിഡൻഡൻറ്റ് ഫോഴ്സസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ആ റിഡൻഡൻറ്റ് ഫോഴ്സ് വഴിയിട്ട് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള ആക്സിയൽ ഫോഴ്സ് ആണെങ്കിലും എക്സ്റ്റേണൽ റിയാക്ഷൻസ് ആണെങ്കിലും ഇൻറ്റേർണൽ ഫോഴ്സസ് ആണെങ്കിലും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ മെത്തേഡിന് നമുക്ക് പറയാൻ പറ്റുന്ന വേറെ മെത്തേഡ് പേരെന്ന് പറയുന്നത് കോമ്പാക്റ്റിബിലിറ്റി ഓർ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ എന്ന് പറയാൻ പറ്റും. കാരണം കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് റിഡൻഡൻറ്റ് ഫോഴ്സസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബീം
റോളർ സപ്പോർട്ട് അതിനകത്ത് 3 ലോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ എന്താണ് ഫിക്സഡ് ആയിരുന്നു. സോ ഫിക്സഡ് ആവുന്ന സമയത്ത് അവിടെ എത്രയാണ് നമുക്ക് നമ്മുടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, DSI എന്ന് പറയുന്നതിനെ നമുക്ക് DSI ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r എന്നായിരുന്നു. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫിക്സഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എത്ര വരും, ഹൊറിസോണ്ടലിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം വരും, 2 എണ്ണം വരും. പിന്നെ അതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഓരോന്ന് 3, ഇവിടെ 1, സോ മൊത്തത്തിൽ എത്ര വരും, 4 മൈനസ് ബീം ആയതുകൊണ്ട് എത്രയാണ് സ്മോൾ r 2 ഈസ് ഈക്വൽ ടു 2. അപ്പം എന്താണ് 2 ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 ആവെന്ന് പറഞ്ഞാൽ 2 ഇക്വേഷൻ എക്സ്ട്രാ വേണം ഈ ഒരു ബീമിനെ സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ റോളർ സപ്പോർട്ടുണ്ട്, ഇവിടെ ഒരു റോളർ സപ്പോർട്ടുണ്ട്. അപ്പം ഈ 2 റോളർ കാരണമാണ് ഈ എക്സ്ട്രാ 2 ഇക്വേഷൻസ് ഇവിടെ വന്നത്. അപ്പം ഈ 2 റോളറിനെ ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട, ഈ 2 ഇക്വേഷൻ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 റോളറിനെ ഇവിടുന്ന് റിലീസ് ചെയ്യുന്നു. അപ്പം റിലീസ് ചെയ്ത സ്ട്രക്ചറാണ് ദാണ്ട് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, റിലീസ് ചെയ്ത സ്ട്രക്ചറാണ് ദാണ്ട് ഈ ബി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് റിലീസ് ചെയ്ത സ്ട്രക്ചറാണ്. അപ്പം എല്ലാ എക്സ്റ്റേണൽ ലോഡ്സും അതേപോലെ തന്നെ സപ്പോർട്ടുകളും എല്ലാം റിലീസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അവിടെ എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നുമില്ല, ജസ്റ്റ് റിലീസ് ചെയ്ത ആ പോയിൻറ്റ്സുകളും അതേപോലെ തന്നെ ഇവിടെ വരുന്ന ബാക്കിയുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി അടുത്തത് സി എന്ന് പറയുന്ന അടുത്തൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് സപ്പോർട്ടിനകത്ത് എക്സ്റ്റേണൽ സപ്പോർട്ട്, അതായത് റിഡൻഡൻറ്റ് മാറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യാത്ത സപ്പോർട്ടും അതേപോലെ തന്നെ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്ത ലോഡ്സും കാണിച്ചിട്ടുണ്ട്. അപ്പം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുണ്ട്, അതേപോലെ തന്നെ പോയിൻറ്റ് ലോഡ്സ് 3 എണ്ണം ഉണ്ട്. സോ ആ ലോഡ്സിനെ കാണിച്ചു. അപ്പോൾ ഈ ലോഡ് കാരണം ഈ ബീമിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അതാണ് ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളത്. സോ ആ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡീഫോർമേഷനകത്തേക്ക് 1 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു റോളർ ഉണ്ടായിരുന്നു. ആ 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 എന്ന് പറയുന്നത് സി പോയിന്റിന് നേരെയാണ്. സോ അതിന് കറസ്പോണ്ടിങ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റിന് Δ1L എന്നും ഇവിടെ Δ2L എന്നും പറഞ്ഞ് പേര് കൊടുത്തിട്ടുണ്ട്. ഇത് Δ1L എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ L ആണ്. കാരണം എക്സ്റ്റേണൽ ലോഡ്സ് കാരണം ഫസ്റ്റ് പോയിന്റിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Δ1L. ഇത് Δ2L എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ്സ് കാരണം 2 എന്ന് പറയുന്ന പോയിന്റിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിനുശേഷം അടുത്ത 2 ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഫിഗർ ഡി ആൻഡ് ഇ, ആ 2 ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഫിഗർ എന്ന് പറയുന്ന ഡോട്ടഡ് ലൈൻ മുകളിലേക്കാണ്. കാരണം എന്താണ്, എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ലോഡ് താഴേന്ന് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു റോളർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റോളർ സപ്പോർട്ടിനെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കളയുമ്പം അവിടെ എന്ത് വരും, ഒരു റിയാക്ഷൻ വരും. ആ റിയാക്ഷനെയാണ് ഈ 1 എന്ന് പറഞ്ഞ് അവിടെ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ് ആ പോയിന്റിൽ, ആ ഫസ്റ്റ് പോയിന്റിൽ കാണിച്ചിരിക്കുന്നത്. അതായത് എത്ര സപ്പോർട്ടിനെ എടുത്ത് കളയുന്നുണ്ടോ ആ സപ്പോർട്ടിലെല്ലാം എന്ത് വരും, ഒരു റിയാക്ഷൻസ് വരും. ഇപ്പം ഇവിടെ ഒരു റോളർ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു റിയാക്ഷൻ മാത്രമായിട്ട് വന്നത്. ഇപ്പോൾ ഫിക്സഡ് എടുത്ത് കളയുമ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ മാത്രമല്ല അവിടെ ഒരു മൊമെൻറ്റും കൂടെ വരും. കാരണം 2 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ 2 സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 റിയാക്ഷൻസിനെ അവിടെ എടുക്കുന്നത് കൊണ്ടാണ് അവിടെ 2 എണ്ണം വരുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ഇവിടെ ഒരൊറ്റ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അപ്വേർഡ് റിയാക്ഷൻ മാത്രം. സോ അപ്വേർഡ് റിയാക്ഷൻ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് കൊടുത്തു. അതേപോലെ തന്നെ സിയിലും ഒരു അപ്വേർഡ് റിയാക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ എക്സ്റ്റേണലായിട്ട് വരുന്ന ഈ സപ്പോർട്ടിനെ ഓരോന്നിനെ എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലേ. അപ്പം മാറ്റിയെടുത്ത് ഓരോ സപ്പോർട്ടിനും നമ്മൾ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നു. അപ്പം ആദ്യം ബി എന്ന് പറയുന്ന സപ്പോർട്ട് എടുത്തു. ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ എന്ത് കൊടുത്തു, ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തു. അപ്പം സിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ ലോഡ് കൊടുക്കാനായിട്ട് പാടില്ല. സോ 1ൽ
ഫസ്റ്റ് പോയിന്റിൽ 1 എന്ന് പറയുന്ന യൂണിറ്റ് ലോഡ് ഒരു റിയാക്ഷൻ ആയിട്ട് കൊടുത്തു. കാരണം റിയാക്ഷൻ ആയിരുന്നു അവിടെ റിഡൻഡൻറ്റ് ആയിട്ട് വന്നത്. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. R1 = 1, ദെൻ R2 = 0. സോ 1 ലോഡ് കൊടുത്തപ്പം അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കോഎഫിഷ്യൻ്റ് എന്ന് ഇനി പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ R1 കൂടെ ചേർന്നെങ്കിലേ പറ്റത്തുള്ളൂ. സോ R1 എന്ന് പറയുന്നതിന് 1 എന്ന് പറയുന്ന യൂണിറ്റ് ലോഡ് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ് A11, അതായത് 1 കാരണം 1-ലുണ്ടായത്. സോ ഇവിടെ 1-ൽ ലോഡ് കൊടുത്താലും നമ്മുടെ എവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് കോഎഫിഷ്യൻ്റ് ഉണ്ടാകും. സെക്കൻഡ് പോയിന്റിലും ഡിസ്പ്ലേസ്മെൻറ്റ് കോഎഫിഷ്യൻ്റ് ഉണ്ടാകും. അതെത്രയാണ്? A21, അതായത് 1-ൽ ലോഡ് കൊടുത്തപ്പം 2-ലുണ്ടായത്. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ 1-ന് കൊടുത്ത അതേ യൂണിറ്റ് ലോഡ് ഇനി ആർക്ക് കൊടുക്കണം? സെക്കൻഡ് പോയിന്റിന്, അതായത് C പോയിന്റിന് കൊടുക്കണം. അപ്പം R1 അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും R1 എന്ന് പറയുന്നത്. സോ അപ്പം അവിടെ കൊടുത്തു കഴിയുമ്പം അവിടെ 1 പോയിന്റിലും 2 പോയിന്റിലും എന്തുണ്ടാകും? കോഎഫിഷ്യൻ്റ് ഉണ്ടാകും. 1 പോയിന്റിലുണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് A12, അതായത് 2-ൽ കൊടുത്തത് കാരണം 1-ലുണ്ടായത്, അപ്പം 2-ൽ കൊടുത്തത് കാരണം 2-ലുണ്ടായത് A22. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ആ ഒരു ഡോട്ടഡ് ഫിഗർ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും വരുന്നത്. കാരണം അവിടെയും റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. സോ ഇതാണ് ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ഫോഴ്സ് മെത്തേഡ് അനലൈസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് സ്റ്റെപ്പുകൾ. ആദ്യം ഫിഗർ കാരണം ഉണ്ടാകുന്ന സ്റ്റെപ്പുകൾ ഇത്രയുമാണ്. സോ ആ ഒരു എക്സ്പ്ലനേഷനാണ് കാണിച്ചിരിക്കുന്നത്. DSI കണ്ടുപിടിച്ചു. റിയാക്ഷൻസ് എന്ത് ചെയ്തു? റിഡൻഡൻറ്റ് ഫോഴ്സ് R1 R2 എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ആ റിഡൻഡൻസിനെ കാണിച്ചുകൊണ്ടുള്ള ഫിഗർ, ദെൻ Δ1L Δ2L, ദെൻ അതിനുശേഷം ഡീഫോർമേഷൻസ്, അതായത് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഡീഫോർമേഷൻസ് കാണിച്ചിട്ടുള്ള ഫിഗറും. ദെൻ ഇനി ടോട്ടൽ ഡിഫ്ലക്ഷൻ അപ്ലൈ ചെയ്യണം. ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം B എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് 1 പോയിന്റിലുണ്ടാകുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതായിരിക്കും? എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന Δ1L, അതേപോലെ തന്നെ A11, പിന്നെ ആരുമുണ്ട്? R1, പിന്നെ അതേപോലെ തന്നെ ആരുമുണ്ട്? A12. അപ്പോൾ അവിടെ എന്താണ്? R1. സോ ഇത്രയും ചേരുന്നതായിരിക്കും അവിടെ നിന്ന് പറയുന്നത് 1 പോയിന്റിലുണ്ടാകുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആൻഡ് 1 and 2 ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ Δ1R, അതായത് 1-ൽ R കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ടോട്ടലായിട്ട് എടുത്തിട്ടതെന്ന് പറഞ്ഞാൽ 6 കാരണം ഉണ്ടാകുന്നത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. 6 കാരണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ദാണ്ടെ ഈ D ആൻഡ് ഈ ഫിഗറിനെ മാത്രം നോക്കിയാൽ മതി. അതാണ് 6 കാരണം ഉണ്ടാകുന്നത്. മറ്റേത് എന്താണ്? ഈ ഫിഗർ, C ഫിഗർ എന്താണ്? എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ തൽക്കാലം അതിപ്പോൾ നോക്കണ്ട, 6 കാരണം ഉണ്ടാകുന്നത് മാത്രം നോക്കിയാൽ മതി. സോ 6 കാരണം ഉണ്ടാകുന്നത് 1Rൽ A11 R1 ഉണ്ട്, A12 R2 ഉണ്ട്. നോക്കിയാൽ മതി. A11 R1, then A12 R2. അപ്പം ഇവിടെ അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ R2-ന് 1 കൊടുത്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. മറ്റേത് R1 എന്ന് പറയുന്നത് 0 ആയിരുന്നു. സോ ആർക്കാണോ 1 കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ് എടുക്കേണ്ടത്. സോ നെക്സ്റ്റ് വരുന്നത് ദെൻ 2R. 2R എന്ന് പറഞ്ഞാൽ 2 പോയിന്റിൽ. അപ്പം 2 പോയിന്റിൽ നോക്കിക്കേ, 2 പോയിന്റിൽ ഇതാണ് 2 പോയിന്റ്. അപ്പം ആരൊക്കെ വരും? A21 R1, കാരണം R1-ന് 1 കൊടുത്തപ്പോഴാണ് അവിടെ ഈ A21 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് കിട്ടിയത്. നെക്സ്റ്റ് A22, അവിടെ ആർക്ക് കൊടുക്കണം? R2. അപ്പം A21 R1 ആൻഡ് A22 R2. അതാണ് R കാരണം അവിടെ ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിഫ്ലക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ. ഈ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷനിലാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ എടുക്കുന്നത്. ടോട്ടൽ ഡിഫ്ലക്ഷൻ ഏതൊക്കെ ഡിഫ്ലക്ഷനാണ്? എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനും അതേപോലെ തന്നെ R കാരണം, അതായത് റിഡൻഡൻറ്റ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെയും എടുക്കണം. സോ ആ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, Δ1 ഈസ് ഈക്വൽ ടു Δ1L അതേപോലെ തന്നെ Δ1R. അപ്പോൾ Δ1R എന്ന് പറയുന്നത് തൊട്ട് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. സോ Δ1L പ്ലസ് Δ1R. ഇനി അടുത്തത് Δ2 എന്ന് പറയുന്നത് Δ2L. 2L എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെയാണ്. അപ്പോൾ 2 പോയിന്റിൽ Δ2L ഉണ്ട്, പിന്നെ ആരുമുണ്ട്? ഇവിടുത്തെ Δ1
2r ഉണ്ട്. ആ ഡെൽറ്റ 2rനെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡെൽറ്റ 2r എന്ന് പറയുന്നത്. സോ അപ്പം അതിനെ കോമ്പാക്റ്റിബിലിറ്റി, ഇത്രയുമാണ് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ എന്ന്. കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ലോഡ് കാരണവും അതേപോലെ തന്നെ റിഡൻഡൻറ്റിന് യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന ടോട്ടൽ ഡിഫ്ലക്ഷനാണ് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷനകത്തേക്ക് എഴുതേണ്ടത്. ഇതിനൊരു മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതുക. ഇവിടെ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്? ഡെൽറ്റ 1Lഉം ഡെൽറ്റ 2Lഉം ആണ്. സോ അതിനെ മാത്രം, അതായത് പ്ലസ് സൈൻ്റെ ഇപ്പുറത്തുള്ളതിനെ മാത്രം ഒരു മെട്രിക്സ് ആക്കി എഴുതുക. ഇനി ഇവിടെ എന്താണ്? ഡെൽറ്റ 1Rഉം ഡെൽറ്റ 2Rഉം. അതിനെ നമുക്കിനി മെട്രിക്സ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് പോകണം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഡെൽറ്റ A11 R1ഉം ഡെൽറ്റ A12 R2, ഡെൽറ്റ 21 R1, ഡെൽറ്റ 22 R2. അപ്പോൾ അതിവിടെ വരുമ്പോഴും അതേപോലെ തന്നെ ആ പ്ലസ് സൈൻ്റെ ഒരേ സൈഡിലുള്ളതിനെയെല്ലാം ഒരേ മെട്രിക്സ് ആക്കുക. അതായത് A11 A12 A21 A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻസുകളെല്ലാം ഒരേ മെട്രിക്സും റിഡൻഡൻറ്റ് ഫോഴ്സിനെയെല്ലാം മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് ആക്കുക. ദെൻ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് മെട്രിക്സ് ഫോമിൽ എഴുതുന്നത്. ദെൻ ഇതിലിപ്പം 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 അങ്ങനെ ഫോഴ്സ് വരുമ്പോൾ മാത്രമേ നമുക്കിങ്ങനെ ഒരു സ്പെസിഫൈ നമ്പർ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതേ സമയത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റത്തില്ല. സോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതണം മെട്രിക്സ്? ഇവിടെ ഡെൽറ്റ 1 2, ഇവിടെ 2 എണ്ണമേ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ 2 റിഡൻഡൻറ്റ് ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് 1 2 എന്ന് പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് കൊടുക്കാം. പ്ലസ് ഇവിടെ എന്താണ്? 1 2, 2 എണ്ണ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിന് പകരം ഇവിടെ ഡെൽറ്റ L. ദെൻ ഇവിടെ എന്ത് കൊടുക്കാം? മൊത്തത്തിൽ ഇതിനെ ഡെൽറ്റ R എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇവിടെ ഡെൽറ്റ 1 R 2 R എന്നുണ്ട്. സോ അതിനെ ഡെൽറ്റ R എന്ന് കൊടുക്കാം. അതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ L പ്ലസ് ഇവിടെ ഡെൽറ്റ R എന്ന് പറയുന്ന ആരൊക്കെ ചേർന്നിട്ടാണ്? Aയും Rഉം. സോ AR. അവിടെ നോക്കിക്കേ, മെട്രിക്സിൻ്റെ സൈസ് N1, അതായത് ഒരൊറ്റ കോളം മാത്രമേ വരത്തുള്ളൂ, പക്ഷേ N ടേംസ് ഉണ്ടായിരിക്കും. അതാണ് N1, അതായത് ഫസ്റ്റ് എഴുതുന്നത് റോയും സെക്കൻഡ് എഴുതുന്നത് കോളവുമായിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇവിടത്തേക്ക് നോക്കിക്കേ, എവിടെയും N1 തന്നെയാണ്. കാരണം ഇവിടെയും നമ്പർ ഓഫ് റോസ് N ഉണ്ടായിരിക്കും, പക്ഷെ ഒരൊറ്റ കോളം മാത്രമേ ഉള്ളായിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, N/N. ഇവിടെയും എന്തായിരിക്കും? N ടേംസ് അല്ലെങ്കിൽ NR ഉണ്ടായിരിക്കും, പക്ഷെ ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിനുശേഷം ഇതിനെ നമുക്കിനി കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫോഴ്സ് മെത്തേഡാണ്, ഫോഴ്സ് ആണ് അൺനോൺ. അപ്പം നമ്മുടെ ഈ ഇക്വേഷനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ L പ്ലസ് A ഇൻറ്റു R എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിഡൻഡൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ആയിരുന്നു. ആ റിയാക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഇവിടെ R ആണ്. സോ ആറിൻ്റെ ടേമിൽ വേണം ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സോ ആറിൻ്റെ ടേമിൽ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ആറിൻ്റെ ടേമിൽ ഇതിന് ഇക്വേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ L പ്ലസ് A ഇൻറ്റു R. ഇതെല്ലാം ഓരോ മെട്രിക്സ് ആണ്. സോ ഇങ്ങനെ മെട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ആറിൻ്റെ ടേംസിലാണ് എഴുതേണ്ടത്. സോ ആറിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എല്ലാം ഇതെന്താകും? സാധാരണ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. A എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ 1/A ആണ് ആവുന്നത്. സോ അതപ്പോൾ അതെന്താവും? A ഇൻവേഴ്സ് ആവും. A ഇൻവേഴ്സ് ഇവിടെ എന്താകും? ഇവിടെ ഡെൽറ്റ മൈനസ് ഡെൽറ്റ L. R ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ L. ഈ ഒരു ഫോർമാറ്റിലാവും ആകുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. A ഇൻവേഴ്സ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ L. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അതിൻ്റെ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R എന്ന് പറയുന്ന അൺനോൺ ഫോഴ്സ് കിട്ടും. ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആർ അറ്റ് ദ റിഡൻറ്റൻറ്റ് ആർ 0, അതായത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഡെൽറ്റ സ്മോൾ ഡെൽറ്റകൾ ഒന്നുമില്ല
അങ്ങനെയാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ n എല്ലാം എന്താവും? 0 ആകും. ആര് മാത്രമേ കാണത്തുള്ളൂ അവിടെ? ഡെൽറ്റ എൽ മാത്രമേ കാണത്തുള്ളൂ. അതായത് ഇവിടെയാണ് സ്മോൾ ഡെൽറ്റയ്ക്ക് 1 കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ അതിൻ്റെ മീനിങ് എന്താണ്? റിഡൻറ്റൻറ്റ് ഫോഴ്സുകൾ, അതായത് ഇവിടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 വന്നത് കാരണമാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? ഈ R1 R2 കൊടുക്കേണ്ടി വന്നത്. സോ അപ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 0 ആണെന്നുണ്ടെങ്കിൽ ഈ R1നും R2നും 1 കൊടുത്ത് ചെയ്യേണ്ട ആവശ്യം വരുമോ? വരത്തില്ല. അപ്പോൾ അത് വരാത്തത് കൊണ്ട് അപ്പോൾ അവിടെ എന്തില്ല? സെറ്റിൽമെൻറ്റ് എക്സ്ട്രാ ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു ലാക്ക് ഓഫ് ഫിറ്റോ ടെമ്പറേച്ചർ എഫക്റ്റോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ആ കേസിൽ ആര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ? ഈ ഡെൽറ്റ 1L അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. സോ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ മാത്രം എടുത്തിട്ടാണ് ഫൈനൽ ഇക്വേഷൻ അപ്പം വരുന്നത്. സോ ഈ സെയിം ഇക്വേഷനകത്ത് തന്നെയാണ് മാറ്റം വന്നിരിക്കുന്നത്. R is equal to A inverse ഡെൽറ്റ മൈനസ് ഡെൽറ്റ എൽ. അതിനകത്ത് ഈ ഡെൽറ്റ ക്യാൻസലായി പോകും. ഈ ഡെൽറ്റ ക്യാൻസലായി പോകുമ്പം ഈ മൈനസും കൂടെ വരും. മൈനസ് ഡെൽറ്റ എൽ എ ഇൻവേഴ്സ് എന്നായിരിക്കും ഇക്വേഷൻ. അപ്പം റിഡൻഡൻറ്റ് ഫോഴ്സ് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫോഴ്സസിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും അൺനോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെന്താണ്? കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷനും ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ അൺനോൺ ഫോഴ്സസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിനുശേഷം പിന്നെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ഫോഴ്സ് ആണ്. സോ നേരെ തിരിച്ചെഴുതിയാൽ മതി ഫോഴ്സ് ഇക്വേഷനെ. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് എ എന്ന് പറയുന്നതിന് പകരം വേറൊരു കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യാം, K ഇൻവേഴ്സ് P മൈനസ് P ഡാഷ്. അതായത് ഇവിടെ ഫോഴ്സ് നോൺ ആയിരിക്കും, ഫോഴ്സ് കണ്ടീഷൻ നോൺ ആയിരിക്കും. അതിനകത്ത് നിന്ന് ആരെ കണ്ടുപിടിക്കുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത്. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഫോഴ്സ് കണ്ടുപിടിക്കണം, പക്ഷേ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നോൺ ആയിരുന്നു. ഇതാണ് കണ്ടീഷൻ രണ്ടിടത്തും. ഓക്കെ, ഈ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ മോഡേൺ സ്ട്രക്ചറൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് വേണ്ടി വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഇനി ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും നമ്മുടെ ഡിഫറൻസ് ആണ്. ഫോഴ്സ് മെത്തേഡ് മൊമെൻറ്റ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ ഉണ്ട്, തിയറം ഓഫ് ലീസ്റ്റ് വർക്ക് ഉണ്ട്, കോളം അനലോഗി മെത്തേഡ് ഉണ്ട്. ഇത് നമുക്ക് പഠിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് ഉണ്ട്. അതിനകത്ത് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷനും തിയറം ഓഫ് ലീസ്റ്റ് വർക്കും ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോളം അനലോഗി മെത്തേഡ് ഇല്ല. ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡാണ് ഇനിയും പഠിക്കാനായിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിനകത്ത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ, കാനിസ് മെത്തേഡ് എല്ലാം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദെൻ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് ആണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. സോ സ്ലോപ്പ് ഡിഫ്ലക്ഷനും മൊമെൻറ്റും കാനിസിലും ഒക്കെ നിങ്ങൾ റൊട്ടേഷൻസും ഡിസ്പ്ലേസ്മെൻറ്റും അഡ്ജോയിൻസ് ആയിരുന്നു കണ്ടുപിടിച്ചത്. അത് തന്നെയാണ് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടൈപ്പ് ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്. പിന്നെ ഇവിടെ ഫോഴ്സ് മെത്തേഡിൽ കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷനും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലും നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനെയാണ്. അതേപോലെ തന്നെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് ഇൻ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ. രണ്ടിടത്തും ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻസ് ഉണ്ട്. അതിനകത്ത് ഫോഴ്സ് മെത്തേഡിനകത്താണെന്നുണ്ടെങ്കിൽ അതിന് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിനകത്താണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആയിരിക്കും. പിന്നെ നോക്കേണ്ടത് ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ. അതായത് ഫോഴ്സ് മെത്തേഡിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനകത്ത് ജോയിൻസിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷനും, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസും, അതായത് സിഗ്മ H is equal to 0, സിഗ്മ V is equal to 0, സിഗ്മ M is equal to 0 എന്ന് പറയുന്ന ഇക്വേഷനുമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വരുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ് ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇസ് ഡിഫൈൻ ആസ് ദി
ഡിസ്പ്ലേസ്മെൻറ്റ് കോസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. അപ്പോൾ യൂണിറ്റ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഇവിടെ P is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ F is equal to ഡെൽറ്റ ആകും. സോ അതിനെ പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി. ആൻഡ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റിഫ്നെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് K എന്നും അതേപോലെ തന്നെ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് F എന്നും ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ആണ്. അതിനകത്ത് വേണ്ടിയിട്ട് ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡിൽ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ചിട്ട് എന്തുണ്ടാകും? ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് D എന്നാണ്. സോ ഇപ്പം D ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P ആണ്. കാരണം P കൊടുക്കുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ അതിൻ്റെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻസിനെ കൊടുക്കുന്നു. സോ D ഈസ് ഈക്വൽ ടു F ഇൻറ്റു P. ആ F ആണ് ഇവിടെ എന്താണ്? ഫ്ലെക്സിബിലിറ്റി. ആ P ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിറ്റ് ലോഡായിട്ട് അതിനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ D ഈസ് ഈക്വൽ ടു F ആകും. സോ ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഈ ഒരു ഇക്വേഷനകത്ത് എന്ത് ചെയ്യും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് നമുക്ക് P ഈസ് ഈക്വൽ ടു, ഈ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D തന്നെയാണ്. അതായത് P കൊടുക്കുന്നതനുസരിച്ച് D മാറിക്കൊണ്ടേയിരിക്കും. സോ P ഈസ് ഈക്വൽ ടു K ഇൻറ്റു D എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അവിടെ പുതിയൊരു പ്രൊപ്പോർഷണൽ ലിമിറ്റാണ് കൊടുത്തേക്കുന്നത്, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻസ് ആണ് കൊടുത്തേക്കുന്നത്. സോ ആ K എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്. അവിടെ D ഈസ് ഈക്വൽ ടു, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനാണ് 1 കൊടുക്കുന്നത്. അപ്പം തിരിഞ്ഞു പോകാതെ രണ്ടിടത്തും ഒന്ന് D ഈസ് ഈക്വൽ ടു FP യുമാണ്, ഒന്ന് P ഈസ് ഈക്വൽ ടു KD യുമാണ് പരസ്പരം. അപ്പം ഇൻവേഴ്സ് ആണ് പരസ്പരം. സോ അത് ഫൈനലി മനസ്സിലാവും. ജസ്റ്റ് ഇപ്പോൾ നോക്കുക, ഇവിടെ D അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി എന്നാണ്. ഇവിടെ എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ഉള്ള കോഎഫിഷ്യൻ്റ്, അതാണ് സ്റ്റിഫ്നെസ് ഇൻറ്റു D എന്നാണ്. സോ അവിടെ D ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ, യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പം K ഈസ് ഈക്വൽ ടു P ആകും. അപ്പം സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ അടുത്തതൊരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ കൺസിഡർ 3 ഫോഴ്സസ് P1, P2, P3 ആൻഡ് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഓരോ ഫോഴ്സിനും കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് D1, D2, D3 എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ബീം കൺസിഡർ ചെയ്തു. ഇപ്പോൾ ബീമിന് 3 സപ്പോർട്ടുണ്ട്. സോ 3 ഫോഴ്സും ഉണ്ട്. P1, P2, P3 എന്ന് പറയുന്ന 3 ഫോഴ്സ് ഉണ്ട്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഫോഴ്സിനും യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുക. അതായത് ആദ്യം P1ന് 1 കൊടുക്കുക, P2 അപ്പോൾ 0 ആയിരിക്കും, P3യും 0 ആയിരിക്കും. നെക്സ്റ്റ് വരുമ്പം P2ന് 1 കൊടുക്കുക, P1 0 ആയിരിക്കും, P3 0 ആയിരിക്കും. ദെൻ P3ക്ക് 1 കൊടുക്കുക, അപ്പം P1 0 ആയിരിക്കും, P2 0 ആയിരിക്കും. അപ്പോൾ ഓരോന്നിനും 1 കൊടുത്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് P1ന് 1 കൊടുത്തു, P2, P3 0 ആക്കി. സോ അപ്പം നമ്മുടെ സപ്പോർട്ട് അതേപോലെ കൊടുത്തു. ദെൻ അതിന് കറസ്പോണ്ടിങ്, അതായത് P1ന് 1 കൊടുക്കുമ്പോൾ, P1 എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടാണ്. സോ അങ്ങനെ ഒരു 1 കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഫിഗർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ടഡ് ലൈൻ പോലെ കാണിച്ചിട്ടുണ്ട്. ദെൻ P1ന് 1 കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് F11 എന്ന് പറയുന്നത്. ദെൻ 1ൽ, അതായത് P1ന് 1 കൊടുത്താലും P2ൻ്റെ സ്ഥാനത്തും P3യുടെ സ്ഥാനത്തും എന്തുണ്ടാകും? P1ന് 1 കൊടുക്കുന്നത് കാരണം ഉണ്ടാകുന്ന കോഎഫിഷ്യൻസ് ജനറേറ്റ് ചെയ്യും. അല്ലാതെ 1ൽ മാത്രമല്ല, P1ന് 1 കൊടുത്താലും P2ൻ്റെ അവിടെയും P3യുടെ അവിടെയും ഇതേപോലെ കോഎഫിഷ്യൻ്റ് ഉണ്ടാകും. അപ്പോൾ 1ൽ കൊടുക്കുന്നത് കാരണം 2ൽ ഉണ്ടാകുന്നത് 2, 1, 3ൽ ഉണ്ടാകുന്നത് 3, 1. നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് F11 എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് അറ്റ് 1. ദെൻ അടുത്തത് P1ന് 0യും P2ന് 1ഉം P3ക്ക് 0യുമാണ്. സോ അങ്ങനെ കൊടുക്കുന്നത് കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫിഗറുണ്ട്. ദെൻ 2വിലാണ് 1 കൊടുക്കുന്നത്. ഇപ്പോൾ 2വിൽ 1 കൊടുക്കുന്നത് കാരണം ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് F22. അപ്പം 2വിൽ മാത്രമല്ല 1ലും 3ലും കോഎഫിഷ്യൻ്റ് ഉണ്ടാകും. 1ൽ ഉണ്ടാകുന്നത് എന്താണ്? F12. F32 എന്ന് പറയുന്നതാണ് 3ൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് അറ്റ്
2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം F1 2ൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 1-ലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പക്ഷേ യൂണിറ്റ് ഫോഴ്സ് കൊടുത്തത് എവിടെയാണ്? 2-ലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഫോഴ്സ് 2-ൽ കൊടുത്തു എന്നാണ് മീനിങ്. നെക്സ്റ്റ് എന്താണ്? P1-ന് ഇവിടെ എന്താണ്? P1-ന് 0, ദെൻ P2-ന് 0, ദെൻ P3-ക്ക് എന്താണ്? 1 കൊടുത്തു. ഇതാണ് കണ്ടീഷൻ. അപ്പം P1-ന് 0, P2-ന് 0 ആൻഡ് P3-ക്ക് 1. അപ്പം ഇത് കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കുള്ള ഡിഫ്ലക്ഷൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് 3 കൊടുത്തേക്കുന്നത്. അപ്പം P3 എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ P3-ക്ക് 1 കൊടുത്തു. 1 കൊടുത്തത് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. P3 എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊമെൻ്റ് ആയിരുന്നു. P3 എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ആണ്. സോ മൊമെൻറ്റിന് 1 കൊടുത്തു. മൊമെൻറ്റിന് 1 കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ്റെ ഫിഗറിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന ഓരോ കോഎഫിഷ്യൻ്റ് നോക്കാം. ഓരോ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫോഴ്സിലുണ്ടാകുന്നത് എന്താണ്? F13, അതായത് 3-ൽ കൊടുത്തത് കാരണം 1-ലുണ്ടായത്. ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? F23, ദെൻ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? F33. അപ്പം ഇവിടെ F13, ഇവിടെ F23, ദെൻ ഇവിടെ F33. സോ ഇപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ്, അതായത് ഓരോരുത്തർക്കും ലോഡ് കൊടുത്തപ്പോൾ ഉണ്ടായ കോഎഫിഷ്യൻ്റ്. നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫിഗർ എടുത്തു. ഫസ്റ്റ് ഫിഗറിനകത്ത് 1-ൽ എന്തുമാത്രം കോഎഫിഷ്യൻറ്റും അത് ആർക്ക് 1 കൊടുത്തപ്പോഴും ഉള്ളതാണെന്ന് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എടുക്കുന്നു. അപ്പം ഇതെന്താണ്? 1-ന് കൊടുത്തപ്പോഴാണ് F11 കിട്ടിയത് അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ നോക്കുക. ഫസ്റ്റ് പൊസിഷനിൽ P1-നായിരുന്നു 1 കൊടുത്തത് അല്ലേ? P1-ന് 1 കൊടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? F11. ഓക്കെ ആണേ? നെക്സ്റ്റ് ഫിഗർ. അപ്പം ഇത് ഫസ്റ്റ് ഫിഗറിനകത്ത്. സെക്കൻഡ് ഫിഗറിൽ ഫസ്റ്റ് പൊസിഷനിലുണ്ടാകുന്നത് എന്താണ്? F12. അപ്പം സെക്കൻഡ് ഫിഗറിൽ ഫസ്റ്റ് പൊസിഷനിലുണ്ടാകുന്നത് എന്താണ്? F12. അത് ആർക്ക് 1 കൊടുത്തപ്പോഴാണ്? P2-ന് 1 കൊടുത്തപ്പോഴാണ്. അപ്പം അതാണ് അടുത്തത് വരുന്നത് P2 F12. ഇനി തേർഡ് ഫിഗറിനകത്ത് ആർക്ക് 1 കൊടുത്തു? P3-ക്ക് 1 കൊടുത്തപ്പം ഫസ്റ്റ് പൊസിഷനിലുണ്ടായത് എന്താണ്? F13. അപ്പം P3 F13, അതായത് ഒരു പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, അല്ലെങ്കിൽ 3 ലോഡ് കൊടുത്ത പൊസിഷൻ ഉണ്ടല്ലോ, ആ 3 ലോഡ് കൊടുത്ത പൊസിഷൻ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പൊസിഷനകത്ത് കിട്ടിയ വാല്യൂസിനെ എല്ലാം ഇങ്ങനെ അങ്ങ് എഴുതുക. അതായത് കൊടുത്ത ലോഡ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ. സെക്കൻഡ് ഫിഗറിലും ഫസ്റ്റ് പോയിന്റിൽ ഏത് ലോഡിനാണോ 1 കൊടുത്തത് ആ ലോഡ് ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ കോഎഫിഷ്യൻറ്റ്. തേർഡ് പോയിന്റിൽ ഏത് ലോഡിനാണോ 1 കൊടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ കോഎഫിഷ്യൻറ്റ്. അതേപോലെ തന്നെ സെക്കൻഡ് പ്ലേസ് ഫസ്റ്റ് 3 ഫിഗർ ഉണ്ട്. കാരണം 3 ലോഡ് ഉള്ളതുകൊണ്ട് 3 ഫിഗർ, 4 ലോഡ് ഉണ്ടെങ്കിൽ 4 ഫിഗർ വരും. സോ ഫസ്റ്റ് ഫിഗറിനകത്ത് എന്താണ്? സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ള കോഎഫിഷ്യൻ്റ് എന്താണോ അത് ഏത് ലോഡിനാണ് 1 കൊടുത്തപ്പോൾ കിട്ടിയതാണോ അത് എഴുതുക. സെക്കൻഡ് ഫിഗറിൽ സെക്കൻഡ് പോയിന്റിൽ കിട്ടിയ കോഎഫിഷ്യൻ്റ് അത് ഏത് ഫോഴ്സിന് 1 കൊടുത്തപ്പോഴാണോ ഉള്ളത്. ഇനി തേർഡ് ഫിഗറിൽ കിട്ടിയ സെക്കൻഡ് പൊസിഷനിലുള്ള കോഎഫിഷ്യൻ്റ് അതിന് കറസ്പോണ്ടിങ് ഏത് ഫോഴ്സിനാണോ 1 കൊടുത്തപ്പോൾ കിട്ടിയത് ആ ഫോഴ്സ്. സോ ഇത് ഡിസ്പ്ലേസ്മെൻ്റ് അറ്റ് 1, ഡിസ്പ്ലേസ്മെൻ്റ് അറ്റ് 2, ഡിസ്പ്ലേസ്മെൻ്റ് അറ്റ് 3 ആണ്. കാരണം നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ഫിഗർ വരച്ചിട്ടാണ്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഫിഗർ വരച്ചിട്ടാണ് നമ്മൾ ഈ കോഎഫിഷ്യൻസിനെ കണ്ടുപിടിച്ചത്. സോ അപ്പോൾ ഓരോ പോയിന്റിലും കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണിത്. അപ്പോൾ അതിനെല്ലാം എന്തെന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു? D1, D2, D3 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഇതിനെ എന്താണ്? ഒരു മെട്രിക്സ് ആക്കി എഴുതി. അപ്പം ഇതെല്ലാം എന്താണ്? D1, D2, D3 ആണ്. സോ ആ D1, D2, D3 ഇവിടെ എഴുതി ലെഫ്റ്റ് സൈഡിൽ. ദെൻ ഇവിടെയുള്ള F
കോഎഫിഷ്യൻറ്റിനെ എല്ലാം F11, F12, F13, F21, F22, F23 ഇതെല്ലാം കോഎഫിഷ്യൻസ് ആണ്. ആ കോഎഫിഷ്യൻസിനെ ഒരുമിച്ച് എഴുതി ദെൻ കൊടുത്ത ലോഡിനെ ഒരു കോളം മെട്രിക്സ് ആക്കി എഴുതി. താഴെ എഴുതിയാൽ നോക്കി അറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, ദെൻ ഫോഴ്സ് വെക്റ്റർ. ഇതാണ് ഈ ഓരോ മെട്രിക്സിൻ്റെയും പേര്. ഇനിയും ഇതിപ്പം 3 ഫോഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി n ഉണ്ടായിരുന്നുണ്ടെങ്കിലോ ഇതൊരു കോളം മെട്രിക്സ് ആക്കി n ടേംസ് വരെ എഴുതിയേനെ. ഇതെപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. സോ F11 മുതൽ Fn1 വരെ ആയിരിക്കും അതിൻ്റെ വാല്യൂസ് വരുന്നത്. ഇത് ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. കൊടുത്ത ഫോഴ്സിൻ്റെ എല്ലാം ചേർത്തിട്ടായിരിക്കും ആ കോളം മെട്രിക്സ് വരുന്നത്. താഴെ നോക്കിയാൽ അറിയാം DF ഇതെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് P ഫോഴ്സ് മെട്രിക്സ്. പിന്നെ അത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഉണ്ട്. ഈ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സ് കണ്ടല്ലോ, ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എഫ് ചേർത്തിട്ടാണ് വരുന്നത്. അത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനകത്ത് ഓരോ പോയിൻറ്റിനെയും നമ്മൾ പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് FIJ എന്ന് പറയാം. അത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ I ഡ്യൂ ടു ദ യൂണിറ്റ് ഫോഴ്സ് അറ്റ് J. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഐയിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ദി യൂണിറ്റ് ഫോഴ്സ് അറ്റ് J ആണ് എന്തെന്ന് പറയുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്. ഇനിയും ഇതിൻ്റെ ഡയഗണൽ മെമ്പർ F11, F22, അങ്ങനെ F33, അങ്ങനെ Fnn ഇങ്ങനെ ഡയഗണലിൽ വരുന്ന മെമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന്. അപ്പം ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. അല്ലാതെ ഡയഗണൽ അല്ലാതെ വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്നല്ലാതെ ഈ ഒരു ടേമിലും പറയാം, ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ചേർത്തും പറയാം. ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്, മറ്റൊന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. ഇതെപ്പോഴും എന്താണ്, സ്ക്വയർ മെട്രിക്സ് ആണ്, അതുപോലെ തന്നെ സിമെട്രിക്കലുമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും ഇതേപോലെ തന്നെയാണ്. അപ്പം സ്റ്റിഫ്നെസ് മെട്രിക്സിന് വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് ഒരു ബീം കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം ഫോഴ്സാണ് കാണിച്ചേക്കുന്നത്. സോ ഈ ഫോഴ്സ് കൊടുത്തെടുത്തെല്ലാം ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് D1, D2, D3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ D1, D2, D3 എന്ന് പറഞ്ഞ് ഫസ്റ്റ് മാർക്ക് ചെയ്തത് ഈ P1, P2, P3 എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദെൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് P1, P2, P3 ഉള്ളിടത്തെല്ലാം ഓരോ റോളർ സപ്പോർട്ട് കൊണ്ട് ഇതിനെ എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് കൊടുത്തു. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഫസ്റ്റ് P1 ഇവിടെ ഒരു റോളർ സപ്പോർട്ട് കൊടുത്തു. ദെൻ P2 ഇതൊരു റിയാക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ റോളർ സപ്പോർട്ട് കൊടുക്കാം. ദെൻ തേർഡ് വൺ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മൊമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. മൊമെൻ്റ് കൊടുത്തു. ഓൾറെഡി അവിടെ എന്തുണ്ടായിരുന്നു, ഒരു ഹിഞ്ചാണുള്ളത്. ഹിഞ്ചിൻ്റെ കൂടെ ഒരു റോളർ ഒരു സപ്പോർട്ടും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതപ്പോൾ അവിടെ എന്തായിട്ട് മാറി, അവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ടായിട്ട് മാറി. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൊമെൻറ്റ് ഓൾറെഡി ഇവിടെ എന്തുണ്ടായിരുന്നു, വേർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ ഒരു വേർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ദെൻ ഈ മൊമെൻറ്റിനെയും കൂടെ ഇവിടെ എന്ത് ചെയ്യുകയാണ്, റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിന് റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഫോഴ്സിന് റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ടാണ് എന്ത് കൊടുത്തത്, റോളർ സപ്പോർട്ട് കൊടുത്തത്. ഇവിടെ ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ മൊമെൻറ്റിനെ റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, അവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ട് വരാനേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പിക്കാണ് യൂണിറ്റ് ലോഡ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പം ആർക്ക് കൊടുക്കണം, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന D1, D2, D3ക്ക് യൂണിറ്റ് ലോഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് നൗ വി ഹാവ് ടു അപ്ലൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. സോ ഇതാണ് ബീം. ഈ ബീമിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് അവിടെ നമ്മൾ എന്ത് കൊടുത്തു, ഈ വട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് അവിടുത്തെ D1ന് 1 കൊടുത്തു എന്നാണ്. അപ്പോൾ D1ന് 1 കൊടുത്തപ്പം അവിടെ ഒരു കോഎഫിഷ്യൻ്റ് കൂട്ടിയിട്ട്, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റിനെ എപ്പോഴും K കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, K11. ദെൻ ഇവിടേക്ക് വന്നു. അപ്പം ഈ ഒരു പോയിന്റിൽ 1 കൊടുത്താൽ ആർക്കും കോഎഫിഷ്യൻ്റ് കിട്ടും, 2 പോയിൻറ്റിനും കിട്ടും, 3 പോയിൻറ്റിനും കിട്ടും. അപ്പം 2 പോയിൻറ്റിന് കിട്ടിയ കോഎഫിഷ്യൻ്റ് എന്താണ്, K21. ഇവിടെ എന്താണ്, K31. നെക്സ്റ്റ് D1ന് 0, D2ന് 1, D3ക്ക് 0.
സോ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആർക്കാണ് 1 കൊടുത്തത്? D2, അതായത് D2 ഇവിടെയായിരുന്നു. D2ന് 1 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻറ്റ് K22. അപ്പം അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻറ്റിനും തേർഡ് പോയിൻറ്റിനും എന്ത് കിട്ടും? കോഎഫിഷ്യൻസ് കിട്ടും. സോ ആ കോഎഫിഷ്യൻറ്റിനെ K12 K32 എന്ന് എഴുതി. ദെൻ അടുത്തത് എന്താണ്? D3ക്ക് 1 കൊടുത്തു. D3 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ തിരിച്ച് 1 കൊടുക്കാൻ നേരത്ത് മൊമെൻറ്റ് വീണ്ടും അവിടെ കൊടുക്കുകയാണ്. മൊമെൻറ്റ് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഫിക്സഡ് അങ്ങ് മാറ്റി വീണ്ടും ഹിഞ്ച് ആക്കണം. അവിടെ മൊമെൻറ്റിനെ ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നില്ല. മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാതെ ആ മൊമെൻറ്റിനെ അതേപോലെ കൊടുക്കുകയാണ്. സോ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വാല്യൂ കൊടുത്തു കഴിയുമ്പം ഫസ്റ്റ് പോയിൻറ്റിനും സെക്കൻഡ് പോയിൻറ്റിനും ഉൾപ്പെടെയാണ് കോഎഫിഷ്യൻ്റ് കിട്ടുന്നത്. അപ്പോൾ തേർഡ് പോയിൻറ്റിൽ കൊടുക്കുമ്പോൾ K33, സെക്കൻഡ് പോയിൻറ്റിന് വരുമ്പം അത് K23, ദെൻ ഫസ്റ്റ് പോയിൻറ്റ് വരുമ്പം K13. നമ്മൾ പഴയതുപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യുന്നു? മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് നമുക്കിതിനെ എന്ത് എഴുതാം? മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റാം. മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റുമ്പം ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനാണ് 1 കൊടുത്തത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിന് 1 കൊടുക്കുമ്പം ഇവിടെ D1ന് 1 കൊടുത്തത് കാരണം ഇവിടെ ഉണ്ടായതാണ് K11 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് പോയിൻ്റാണ് ഇത്. ഫസ്റ്റ് പോയിൻ്റാണ് ഇവിടെ K12 എന്ന് പറയുന്ന പോയിൻ്റ് ആർക്ക്? D2ന് എന്ത് കൊടുത്തുണ്ടായതാണ്? 1 കൊടുത്തത് കാരണം ഉണ്ടായതാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? D3ക്ക് 1 കൊടുത്തത് കാരണം ഉണ്ടായതാണ് K13. അപ്പം ഇതെല്ലാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ആവശ്യം? ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ആവശ്യം. സോ ഫോഴ്സ്, അപ്പോൾ P ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ P ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ P ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റിൽ എന്താണ്? D1 K11. സോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അല്ല, P1 ഫസ്റ്റ് പോയിൻ്റ് ആണ്. സോ P1 K11 D1, K12 D2, K13 D3. അതേപോലെ തന്നെ സെക്കൻഡ് പോയിൻ്റ് എടുക്കുമ്പോൾ K21 D1. അതായത് സെക്കൻഡ് പോയിൻറ്റിൽ, രണ്ടാമത്തെ പോയിൻറ്റിൽ നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻറ്റും ഏതിനാണോ 1 കൊടുത്തത് ആ ടേമും അതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ അതേപോലെ തന്നെ P3യും. ദെൻ ഇതിനൊരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതി P1 P2 P3. ദെൻ ഇതിൻ്റെ കോഎഫിഷ്യൻസിനെ മാത്രം ചേർത്തിട്ട് എന്തെഴുതി? ഒരു മെട്രിക്സ് എഴുതി. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ചേർത്ത് ഫോഴ്സ് വെക്റ്റർ, സ്റ്റിഫ്നെസ് വെക്റ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. നെക്സ്റ്റ് n ടേംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ P മെട്രിക്സിനെ n ടേംസിൽ എഴുതാം. അതേപോലെ തന്നെ കോഎഫിഷ്യൻറ്റിനെ നമുക്ക് ഒരു സിമെട്രിക്കൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിട്ട് n ടേംസിൽ എഴുതാനായിട്ട് പറ്റും. ദെൻ D എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്, അതൊരു കോളം മെട്രിക്സ് ആയിരിക്കും എപ്പോഴും. ദെൻ അതിന് n ടേംസ് ഉണ്ടായിരിക്കും, അത് റോയിലായിരിക്കും. ദെൻ ഇവിടെയും ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സ്റ്റിഫ്നെസ് മെട്രിക്സിനെ, ഈ സ്റ്റിഫ്നെസ് മെട്രിക്സിനകത്തെ ഓരോ എലമെൻറ്റ്സിനെയും നമുക്ക് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്ന് പറയാം. അതെന്ന് പറയുന്നത് എന്താണ്? I ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതവിടെ ഫോഴ്സ് അറ്റ് I ആണ്. മറ്റേത് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് I ഡ്യൂ ടു ഫോഴ്സ് അറ്റ് J എന്നായിരുന്നു. ഇവിടെ ഫോഴ്സ് അറ്റ് I ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് J. അപ്പം KIJ എന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ I എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റോ ആകാം, J എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോളം ആകാം. അപ്പോൾ തൽക്കാലം വിടുക, അതിപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും. ദെൻ ഇവിടെ I ഈസ് ഈക്വൽ ടു J, അതായത് ഇവിടെ ഇതിൻ്റെയും ഡയഗണൽ മെമ്പേഴ്സ് 1 1 2 2 3 3 KNN. ഇതിനെ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്, ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. അതിൻ്റെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിനെ നമുക്ക് ക്രോസ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, സിമെട്രിക്കൽ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ്. അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ് മെട്രിക്സും എന്താണ്? ഇൻവേഴ്സ് ടു വൺ അനദർ ആണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ P മെട്രിക്സ് ഇസ് ഈക്വൽ ടു K ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു റിലേഷനാണ്. സോ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? K ഇൻവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം K ഇൻവേഴ്സ് P, ഇവിടെ K ഇൻവേഴ്സ് K ഇൻറ്റു D ആകും. അതെന്താകും? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകും I. ദെൻ K ഇൻവേഴ്സ് P ഈസ് ഈക്വൽ ടു അതിന് D A മെട്രിക്സ് എന്ന് എഴുതാം. ദെൻ നമുക്ക് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എഫ് മെട്രിക്സ് ഇൻറ്റു പി എന്നും പഠിച്ചിട്ടുണ്ട്. അതായത് തൊട്ട് മുന്നേ ഒരു സ്പ്രിങ്ങിൻ്റെത് വെച്ചിട്ട് പഠിച്ചതാണിത്. ആ ഒരു പോർഷൻസ് എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാകും. ദെൻ ഈ രണ്ട് ഇക്വേഷനും കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് എന്താവും? കെ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ്. അതായത് എഫ് മെട്രിക്സും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും അതേപോലെ തന്നെ സ്റ്റിഫ്നെസ് മെട്രിക്സും എന്താണ്? പരസ്പരം ഇൻവേഴ്സ് ആണ്. അപ്പം ഇത്രയുമാണ് ഇൻവേഴ്സ് മെട്രിക്സ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്, സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്, ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഇതിന് ശേഷം പിന്നെ ഫിസിക്കൽ അപ്രോച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഉള്ളത്.